നമസ്കാരം. ഇത് ഡോക്ടർ രേഷ്മ കെ.ആർ. സ്ത്രീകളുടെ ജീവിതം, സ്ത്രീകളെക്കുറിച്ചുള്ള പഠനം, സ്ത്രീകളുടെ അതിജീവനം, എന്തിലും സ്ത്രീ വിഷയങ്ങൾ, അതിനെ ഉദ്ദേശിച്ചുള്ള പഠനങ്ങൾ, എന്തിനേറെ പത്മരാജൻ സിനിമകളിലെ സ്ത്രീകൾ സമൂഹത്തിൽ ചെലുത്തിയിരിക്കുന്ന പങ്കിനെക്കുറിച്ച് PhD വരെ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്ന വനിത, പ്രശസ്ത കഥാകൃത്തായ KR മീരയുടെ നാടായ ശാസ്താംകോട്ടയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ വരവ്. ഞാൻ കഥ എന്നതിലുപരിയായിട്ട് ഞാൻ നോൺ ഫിക്ഷൻ ഒക്കെയാണ് എഴുതാറ്. പിന്നെ സിനിമയാണ് എൻ്റെ ഒരു മേഖല. സിനിമയിലാണ് ഞാൻ റിസർച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമാ നിരൂപണ ലേഖനങ്ങളാണ് കൂടുതലായിട്ട് എഴുതുന്നത്. പിന്നെ കഥ എന്ന് പറയുന്നതും കവിത എന്ന് പറയുന്നതും ഒക്കെ വളരെ വൈയക്തികമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നാമത് എഴുതാൻ ഞാൻ ഭയങ്കര മടിയുള്ള ആളാണ്. പിന്നെ അത്രയും നമ്മളെ തിക്കുമുട്ടിക്കുന്ന അനുഭവങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എഴുത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കഥയുടെ കാര്യം പറഞ്ഞാൽ ആദ്യമായിട്ട് കാര്യവട്ടത്തെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എൻ്റെ ഒരു റൂംമേറ്റ് പോലെ തൊട്ടടുത്ത റൂമിലുള്ള ഒരു കുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ആ ഒരു അനുഭവം എന്നെ വല്ലാതെ വിളിക്കുക. അന്ന് വരെ നമ്മുടെ വിചാരം ഈ ഒരുപാട് പ്രായമുള്ള ആളുകൾക്കൊക്കെ ഇത് അസുഖം വരുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മളെ ശരീരത്തെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ഒരു യൗവനത്തിൻ്റെ ആരംഭം സമയമാണല്ലോ. അപ്പോൾ അന്നാണ് ആദ്യത്തെ എൻ്റെ കഥ. അത് വനിതയുടെ കലാലയ വിദ്യാർത്ഥികൾക്കുള്ള കഥാമത്സരത്തിൽ സമ്മാനമൊക്കെ കിട്ടിയിരുന്നു. അത് വനിതയിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. 2005 അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു കഥ എഴുതുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. 2024 കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്നു. ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പൊ അങ്ങനെ കഥ അങ്ങനെ അത്രയും ഒരു തിക്കുമുട്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുക, എന്താണ് അത് 20 വർഷത്തിന് ശേഷം വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ പിന്നീട് എഴുതിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഭാഷോ ബുക്സിന്റെ ഈ ഒരു എൻ്റെ പുസ്തകങ്ങളിൽ ഒരെണ്ണം സ്ത്രൈണം, പത്മരാജന്റെ സ്ത്രീപക്ഷ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ആ പത്മരാജന്റെ കഥാപാത്രങ്ങളെ എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് മധ്യവർഗ സമൂഹത്തെ അവർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പുസ്തകം സ്ത്രൈണം. അത് കഴിഞ്ഞിട്ട് ഭാഷോ ബുക്സ്, അത് പരിധിയാണ് പബ്ലിഷ് ചെയ്തത്. ഭാഷോ ബുക്സ് പബ്ലിഷ് ചെയ്ത ഖലീൽ ജിബ്രാന്റെ കവിതകളുടെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കവിതകളൊക്കെ എഴുതുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ പിന്നീട് ആ ഒരു ഇപ്പോൾ ജീവിതവും അതിനേക്കാളും സംഘർഷഭരിതമായി പൊക്കോണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു. അപ്പോൾ എഴുത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ നിലനിൽപ്പും അങ്ങനത്തെ കരിയറിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സർഗാത്മകമായ ജീവിതത്തിനുള്ള ഒരു പ്രൊഫഷനേക്കാൾ കൂടുതൽ ഞാൻ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തു ഒബ്വിയസ്ലി. പിന്നീട് ഈ പറഞ്ഞ പോലെ റീസൺ ആ 2024 ആയപ്പോഴാണ് ഈ പണ്ടങ്ങോ എഴുതി വെച്ചിരുന്ന ഒരു കഥയാണ്. അപ്പോൾ അത് എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലൊരു വലിയ കഥാകാരനാണ്, സോക്രട്ടീസ് കെ വാലത്ത്. അപ്പോൾ പുള്ളി അദ്ദേഹത്തിന് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്താണ് പൂർത്തിയാക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ധൈര്യം വരുന്നില്ല, 20 വർഷമായി കഥ എഴുതിയിട്ടെന്ന് പറഞ്ഞു ഒന്നാം തരം കഥയാണ്, അത് പൂർത്തിയാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് അത് ഈ ഒരു 4 വർഷം കൊണ്ട് എഴുതി വെച്ചിരുന്ന ഒരു കഥ പൂർത്തിയാക്കിയിട്ടാണ് ദേശാഭിമാനിക്ക് അയച്ചു കൊടുത്തു. അവരത് പ്രസിദ്ധീകരിച്ചു. ബ്ലാവിഴിഞ്ചി എന്നാണ് ആ കഥയുടെ പേര്. അതൊരു മീനിന്റെ പേരാണ്. പിടുത്തം കിട്ടാത്ത അതിന് ഞാനിട്ടൊരു പേരാണ്. അങ്ങനെ അപ്പൊ അങ്ങനെ എഴുത്ത് സജീവമാണ്, പക്ഷെ എഴുത്തിൽ അങ്ങനെ കഥ സജീവമായിട്ടില്ല. പിന്നെ അതെ, നമ്മൾ ഈ കുളത്തിലൊക്കെ വളർത്തുന്ന മീനുകൾ ഇങ്ങനെ ചാര വിട്ട് പിടിച്ചാലല്ലേ നമുക്ക് കയ്യിൽ ഒതുങ്ങുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയാണ് എല്ലാത്തിലും, എഴുത്തില്, കഥയിലെയും കവിതയിലെയും എല്ലാം സ്ത്രീയാണ് കൂടുതലും. ആ ഒരു സ്ത്രീയുടെ ജീവിതത്തെയാണ് ഞാൻ കൂടുതലും. പുരുഷ മേധാവിത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിനെ എതിർക്കേണ്ടതാണല്ലോ. കാരണം അതൊരു നെഗറ്റീവ് കാര്യമാണല്ലോ. ഒരു മേധാവിത്വം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അംഗീകരിക്കുമ്പോൾ അത് നമ്മൾ ഫാസിസത്തെ അംഗീകരിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ സമൂഹമാകുമ്പോൾ അത് രണ്ട് തൂണ് താങ്ങി നിർത്തുന്ന ഒരു കാര്യം പോലെയാണ്. ദേവാലയത്തിൻ്റെ തൂണുകൾ എത്ര ശക്തിയോടെയാണ് 2 തൂണുകൾ നിന്നാലേ ആ ദേവാലയം താങ്ങി നിൽക്കും എന്ന് പറയുന്ന പോലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ഒരു തൂണ് വീക്ക് ആവുകയും ഒരു തൂണ് സ്ട്രോങ് ആവുകയും ചെയ്താൽ ആ സിസ്റ്റത്തിന് മുഴുവനായിട്ട് അത് ബാധിക്കും. അപ്പോൾ ഫെമിനിസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും ഒരു പക്ഷക്കാർക്ക് വേണ്ടി മാത്രമല്ല. സ്ത്രീ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് പുരുഷനും അതേപോലെ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് ആ സിസ്റ്റത്തിന് ഭംഗി ഉണ്ടാവുന്നത്. അപ്പം ഞാൻ എപ്പോഴും അധ്യാപിക ആയതുകൊണ്ട് തന്നെ കുട്ടികളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫെമിനിസം എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റ് ചുളിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ഒരു ഭാവിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയ സ്ത്രീകൾ വരുമ്പോൾ ആ വൈവാഹിക ജീവിതമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും
ആ ഒരു ഭംഗി വർദ്ധിക്കുകയുള്ളൂ, അത് കുറയില്ല. ഇപ്പം മറ്റൊന്ന് മലയാള സിനിമയെ ആസ്പദമാക്കി ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവര്, എനിക്ക് തോന്നുന്നു താങ്കളുടെ ഇത് വാർത്തയായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. വാർത്തയായിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, നമ്മുടെ നിയമസഭാ പുസ്തകോത്സവത്തില് ഇതിന്റെ ട്രാൻസ്ലേഷന്റെ ഒരു പാനൽ മെമ്പറായിട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ അങ്ങനെ 1-2 മീഡിയ അറ്റൻഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് PhD-യുടെ തീസിസ് എന്ന് പറയുന്നത് സിനിമയാണ്. പത്മരാജന്റെ തിരക്കഥകൾ, മധ്യവർഗ സ്ത്രീ സമൂഹത്തെ പത്മരാജൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു പഠനങ്ങൾ? നല്ല പഠനമായിരുന്നു. കാരണം അന്ന് വരെയും ഇപ്പൊ ഞാൻ ഈ സ്ത്രീപക്ഷം എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോ അതിലേക്ക് ഒരു സിനിമ അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ, കാരണം ഏറ്റവും ജനപ്രിയമായ മാധ്യമമാണല്ലോ സിനിമ. അപ്പൊ അങ്ങനെ വന്നൊരു ആലോചനയിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു, കാരണം പത്മരാജനാണല്ലോ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ട് ചെയ്തിട്ടും ഇപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഓർമ്മിക്കപ്പെടുന്ന ഒരു സംവിധായകനാണല്ലോ. പത്മരാജൻ മരിച്ചിട്ട് 30 വർഷത്തിലേറെയായി. ഇപ്പോഴത്തെ അവസ്ഥയും അന്നത്തെ പത്മരാജന്റെ കാഴ്ചപ്പാടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഇല്ലെന്ന് മാത്രമല്ല, എനിക്ക് വളരെ അതിശയം തോന്നുന്നു. ഞാൻ അത് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത്രയും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും നമുക്കറിയാം, ഓരോ പത്മരാജൻ ഓർമ്മ ദിവസം വരുമ്പോഴും ആളുകൾ അത് ക്യാരി ചെയ്യുന്ന ഒരു രീതി കാണുമ്പോൾ നമുക്കറിയാം എത്രയോ സിനിമകളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇപ്പോഴും നമുക്ക്, ഇപ്പൊ കൂടവിടയിലെ ആലീസ് ആണെങ്കിലും നമ്മൾ ഈ ഫെമിനിസം ഒക്കെ പറയുമ്പോഴും സ്ത്രീ ശാക്തീകരണം പറയുമ്പോഴും അത് എങ്ങനെ ഒരു സമൂഹത്തിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോഫിയ, നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് കന്യകാത്വത്തിന്റെ ഒക്കെ അതിനെയൊക്കെ പൊളിച്ചെഴുതിയിരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അന്ന് ആ കാലത്ത്. തീർച്ചയായിട്ടും അദ്ദേഹവും അന്ന് സംശയാലും ആയിരുന്നു അതിനെയൊക്കെ കുറിച്ച്. പക്ഷെ എന്നാലും ആ ഒരു ധൈര്യം കാണിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ദേശാടനക്കിളി കരയാറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ, എന്റെ പേഴ്സണലി ഓഫ് കോഴ്സ് എല്ലാവർക്കും മലയാളികളുടെ എല്ലാവരും ക്ലാര എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. എനിക്കത് തോന്നിയെന്ന് വെച്ചാൽ, ഇപ്പോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എപ്പോഴും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബം സ്ത്രീകളോട് പറയുന്നത് അത് വെളിവാക്കി പറയാൻ പാടില്ല. ഒരു സെക്സ് ആസ്വദിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന ഒരു എന്തോ ഒരു തെറ്റാണ്, അതിനെക്കുറിച്ച് സ്ത്രീ പറയാൻ പാടില്ല. അപ്പോ ഇത് ദേശാടനക്കിളിയല്ല, ഇത് മറ്റേ തൂവാനത്തുമ്പികൾ, സോറി ക്ലാര. അതെ, അപ്പൊ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ക്ലാര എന്ന് പറയുന്ന കഥാപാത്രം ഈ പറഞ്ഞ പോലെ അത് സെലക്ട് ചെയ്യാണ്. ഞാൻ എന്തായാലും നശിക്കും, അപ്പോ ആഗ്രഹം തീർത്ത് നശിച്ചുകൂടെ എന്ന് പറയുന്ന ഒരു നായിക കഥാപാത്രത്തെ എനിക്ക് തോന്നുന്നു പിന്നീട് ഇത്രയും വർഷം പോലും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. ദേശാടനക്കിളി കരയാറില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും ഈ ലെസ്ബിയൻ പ്രണയം അതിനകത്ത് പറയുന്നുണ്ട്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും സ്ത്രീകൾ തമ്മിലുള്ള സെക്ഷുവാലിറ്റി ഒന്നും അങ്ങനെ ഇതുവരെയും സിനിമകൾ അങ്ങനെ ക്യാരി ചെയ്തിട്ടില്ല. അപ്പോഴാണ് 84-ലോ 86-ലോ ആണെന്നാണ്, 86-ലാണെന്ന് തോന്നുന്നു ദേശാടനക്കിളി കരയാറില്ല. അപ്പൊ അത്രയും ആ 2 വ്യക്തിത്വങ്ങൾ, നിമ്മി എന്നും സാലി എന്നും പറയുന്ന 2 കഥാപാത്രങ്ങളിലൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു 2 വളരെ കുസൃതിയുള്ള പെൺകുട്ടികൾ, അത് സമൂഹത്തിന്റെ ആ സോക്കോൾഡ് മൊറാലിറ്റികളുടെയൊക്കെ നോംസിനെ ഇങ്ങനെ തകർക്കുന്ന. അതിനകത്ത് സാലി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഈ യൂണിഫോം ഊരി വെച്ചാൽ പിന്നെ നമ്മൾ ആരാണെന്ന് നമ്മൾ വേണം തീരുമാനിക്കാനെന്ന്. അപ്പോൾ ആ യൂണിഫോം എന്ന് പറയുന്നത് അവർക്ക് ആ സൊസൈറ്റി കൊടുക്കുന്ന യൂണിഫോമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം കൊടുക്കുന്ന കണ്ടീഷനിങ് ആണ്. യു ഷുഡ് ബി ലൈക്ക് ദിസ് എന്നുള്ളത് സ്ത്രീ. അപ്പൊ ആ യൂണിഫോമാണ് സ്ത്രീ മാറ്റേണ്ടത്. അപ്പൊ അത് മാറ്റിയാൽ പിന്നെ അവളെ നിശ്ചയിക്കുന്നത് അവള് തന്നെയാണ്. ഈ ആദാമിന്റെ വാരിയൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ട്. അത് ഇങ്ങനെ മറ്റു സിനിമകളുമായിട്ട്, പത്മരാജന്റെ സിനിമകളും മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും? ജോർജിന്റെ നല്ല സിനിമയാണ് അത് ആദാമിന്. കാരണം നമുക്കറിയാലോ അതിന്റെ ക്ലൈമാക്സ് തന്നെ അതുവരെയും മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ക്യാമറാമാനെയും സംവിധായകനെയും വരെ ഇടിച്ചിട്ട് ഓടിപ്പോകുന്ന സ്ത്രീകളെയാണല്ലോ കാണിക്കുന്നത്. അതൊക്കെ ഭയങ്കര ബോൾഡാണ്. മാത്രമല്ല അതിലെ 3 കഥാപാത്രങ്ങൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. സമൂഹത്തിന്റെ 3 തട്ടിൽ നിൽക്കുന്ന, സമൂഹത്തെ 3 രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്ന, ആ സമൂഹം നൽകുന്ന അല്ലെങ്കിൽ കുടുംബം നൽകുന്ന അടികളെ 3 രീതിയിൽ താണ്ടി പോകുന്ന സ്ത്രീകളാണ്. വളരെ KG ജോർജിന്റെ സിനിമകളൊക്കെ അതിജീവനം, ഒരു പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ആർജവമുള്ള ഒരു സ്ത്രീ സങ്കല്പം, അങ്ങനെ ചിന്തയുണ്ടോ? അതിനെ കുറിച്ച് പറയാം സാർ. അതിപ്പോ ഇപ്പൊ ഞാൻ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. നമ്മൾ ഏകദേശം കേരളത്തിൽ നമ്മൾ ഈ ഫെമിനിസം ഒക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടായി എന്തായാലും. അപ്പോൾ നമ്മൾ കല്ലുമാല സമരം തൊട്ട് തന്നെ എടുക്കുവാണെങ്കിൽ 1915 ആണെന്നാണ് എൻ്റെ ഊഹം. അപ്പൊ ഈ ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ ഈ സ്ത്രീപക്ഷ ചിന്തകൾ പറയുന്നു, പ്രക്ഷോഭങ്ങൾ പറയുന്നു, കൂട്ടായ്മകൾ ഉണ്ടാകുന്നു. പക്ഷെ ഇന്നലെ കൂടി നമുക്കറിയാം, നമ്മളൊരു ന്യൂസ് കണ്ടു, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവള് ഡിവോഴ്സ് പേടിച്ച് ആത്മഹത്യ ചെയ്തതാണ്. ഭർത്താവിൽ നിന്നുണ്ടായ, ഭർത്താവ് വീട്ടുകാരിൽ നിന്നുണ്ടായ അത്രയും പീഡനങ്ങൾ സഹിച്ച് എന്നിട്ട് ആത്മഹത്യ ചെയ്തതാണ്. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ ഈ കാര്യങ്ങൾ കുട്ടികളോട് പറയുമ്പോഴും
ഈ കുടുംബം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന അവരൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കണ്ടീഷനിങ്ങിൽ ഇപ്പോഴും കുട്ടികൾ കുടുങ്ങി കിടക്കുകയാണ്. തനിയെ ഒരു ജീവിതം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ എങ്ങോട്ട് പോകും, ഈ പീഡനങ്ങളൊക്കെ ഞാൻ സഹിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഉറക്കച്ചിരിക്കാൻ ഇപ്പോഴും കുട്ടികൾക്ക് പേടിയാണ്, സ്വന്തം തീരുമാനം എടുക്കാൻ ഇപ്പോഴും പെൺകുട്ടികൾക്ക് പേടിയാണ്, ഒന്ന് ഇരുട്ടിയാൽ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് പേടിയാണ്. അത് മാറി വരുന്നുണ്ട്, പക്ഷേ അത് എത്രയോ സമയം എടുക്കുന്നു എന്നാണ്. അത് ഒരിക്കലും ഒരു പെട്ടെന്നൊരു ചേഞ്ച് ആവുന്നില്ല. സിനിമയിലെ സ്ത്രീകൾ അഭിനയിക്കുന്നുണ്ടല്ലോ, സംവിധാനം ചെയ്യുന്നുണ്ടല്ലോ, പണ്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കുറവാണ് പക്ഷെ അല്ല, അവർക്ക് ഭയങ്കര സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി സ്ത്രീകൾ ഒരുപാട് സിനിമയിലേക്ക് പുതിയ കുട്ടികളും പുതിയ തലമുറയിലുള്ളവരും വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ ഒരു സ്വാതന്ത്ര്യം വളരെ. ഈ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ തന്നെ സാറിന് അറിയാമല്ലോ നമ്മുടെ ആ റേഷ്യോ എത്രത്തോളം കുറവാണെന്നുള്ളത്. മാത്രമല്ല, ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം പാർവതി തിരുവോത്തിന്റെ ഒരു ഇഷ്യൂവിൽ തന്നെ ഞാൻ ഏതോ ഒരു പോസ്റ്റിന്റെ താഴെ പാർവതി തിരുവോത്തിനെ അവരവരുടെ അഭിപ്രായം പറഞ്ഞതല്ലേ എന്നൊരു കമന്റ് ഇട്ടപ്പോ ഇന്നലെ വരെ എനിക്കൊരു 200 സംതിങ് മെസ്സേജുകളാണ് അതിന്റെ പ്രതിഫലനമായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ പകുതിയും തെറിയാണ്. അതായത് നമ്മുടെ ആ ഒരു പുരുഷന്റെ, അതായത് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇപ്പൊ പാർവതി തിരുവോത്ത് പറയുന്നതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അവൾക്ക് വേറെ ഉദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ അത് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പൊ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളെ പാർവതി തിരുവോത്ത് കുറ്റം പറഞ്ഞുവെങ്കിൽ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ ഇരിക്കുന്നത്, സിനിമ ഇല്ലാതിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഇവരുടെയൊക്കെ വീട്ടിൽ പോയി പാർവതി തിരുവോത്ത് ജീവിക്കാൻ കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞതുപോലെയാണ്. അത്രയും നിസ്സാരമായിട്ടാണ് ഇതിനെയൊക്കെ അവർ കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പം എനിക്കറിയാം, കാരണം ഞാൻ എൻ്റെ ഒരു പ്രോജക്റ്റ് ഞാൻ പകുതിയിൽ ഉപേക്ഷിച്ച ഒരു പ്രോജക്റ്റാണ് സിനിമയിലെ സ്ത്രീകൾ, അതായത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ. ഇപ്പം പോസ്റ്റർ ഒട്ടിക്കുന്ന പെൺകുട്ടി വരെ ഉണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ട് ഒരു ബുക്ക് എഴുതണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ പലരും അത് പറയാൻ, ഇപ്പൊ എല്ലാവരും എന്നോട് പറയും, പേഴ്സണലി അനുഭവങ്ങൾ പറയും. ലൈറ്റ് ബോയ് എന്ന് നമ്മൾ പറയുന്ന അത് സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർ ഈ ഫീൽഡിൽ ചെല്ലുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് നമ്മളൊക്കെ എത്രയോ ആരാധിക്കുന്ന ആളുകളിൽ നിന്ന് പോലും അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വളരെ ചെറിയ പെൺകുട്ടികൾ ഇവരുടെ മുമ്പിൽ വെച്ച് ഹരാസ് ചെയ്യപ്പെടുന്നത് കാണേണ്ടി വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഒരിക്കലും ഈ കാസ്റ്റിംഗ് കോച്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒന്നും അത്ര എന്താ പറയാ സാങ്കല്പികമായ കാര്യങ്ങളൊന്നും അല്ല, ഇറ്റ് ഇസ് റിയൽ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ താണ്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ മാറിയേ പറ്റുള്ളൂ ഒന്നാമത്. പിന്നെ കുടുംബങ്ങളിൽ നിന്ന് ഇനി വരുന്ന ജനറേഷനെങ്കിലും അങ്ങനെ ആ രീതിയിൽ ഒരു ബോൾഡായ ജനറേഷൻ ഉണ്ടാവണം, സാമ്പത്തികമായ സുസ്ഥിരത ഉണ്ടാവണം. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾക്ക് വശപ്പെടുന്നത്, അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്നത് നമുക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലൊരു സാമ്പത്തികമായ സുസ്ഥിരത പെൺകുട്ടികൾക്ക് ഉണ്ടാവുകയും മാനസികമായി ഇത് തെറ്റാണ്, ഇത് ചെയ്യുന്ന ഒരാൾക്ക് തെറ്റാണെന്ന് തോന്നണമെങ്കിൽ 10 പേരെങ്കിലും ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. പക്ഷെ അതാരും പറയില്ല. അവനവന്റെ നിലനിൽപ്പ് അനുസരിച്ച് ആരും ഇതിപ്പോ എന്നോട് പറഞ്ഞ എഴുതരുത്, എഴുതിയാൽ തന്നെ പേര് മാറ്റി എഴുതണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ബുക്ക് എഴുതുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, പേര് മാറ്റി നമ്മൾ സാങ്കല്പിക കഥാപാത്രങ്ങളെ വെച്ചിട്ട് എഴുതുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ പ്രോജക്റ്റ് തന്നെ ഉപേക്ഷിച്ചത്. അങ്ങനെ ഇപ്പോൾ എല്ലാ ഫീൽഡിലും സ്ത്രീകൾ വരുന്നില്ലേ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട്. പക്ഷെ ആ വരുന്നവരെ നമ്മൾ ശരിക്കും സമ്മതിക്കണം. കാരണം അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് വരുന്നത്, അത്രയും സഹികെടുമ്പോഴാണ് സ്വന്തം അനുഭവങ്ങൾ അവർ തുറന്ന് പറയുന്നത്. ടീച്ചറിനൊരു സിനിമയിലെ നായിക വേഷം കിട്ടിയാൽ നായിക വേഷമൊക്കെ ചെയ്യാനുള്ള പ്രായം കഴിഞ്ഞു പോയി. എന്നാലും സിനിമയിൽ അങ്ങനെ വേഷം കിട്ടിയാൽ ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ എനിക്കത് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷെ അത് ആലോചിക്കണം, അതിന്റെ കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ അണിയറ പ്രവർത്തകരും കാര്യങ്ങളും നോക്കി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെയൊന്നുമില്ല. നായിക ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള പ്രായമൊന്നും അല്ല. പക്ഷെ എങ്കിലും അങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് കൊണ്ട് പിന്നെ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇത് പറഞ്ഞത്. കാരണം സിനിമ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഞാൻ റിസർച്ച് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് PhD കിട്ടിക്കഴിഞ്ഞിട്ടും എൻ്റെ ഒരു വലിയ ഇഷ്ട മേഖലയാണ് സിനിമ. അപ്പൊ സിനിമയിലൊക്കെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ കാണണമെന്നും അതിനെ പ്രതികരിക്കണമെന്നും അത് വെളിച്ചത്ത് കൊണ്ടുവരണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അല്ല, സാധാരണ പറയുമല്ലോ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ നായികയാകണം, അങ്ങനെ ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞു ഇല്ലേ? ഇല്ല. കാരണം അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടത് കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആഗ്രഹമില്ല. പക്ഷെ ആ ഒരു പാർട്ട് ഓഫ് ആയിരിക്കുക എന്നുള്ളത് എനിക്കൊരു ഇഷ്ടമുണ്ട്, ചില കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട്, നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ സിനിമാ സുഹൃത്തുക്കൾ തന്നെ പറയുമ്പോൾ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഷൂട്ടിംഗ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പോയി. പക്ഷെ എങ്കിലും അതിൻ്റെ ഇതിന്റെ പ്രോസസ്സിന്റെ പാർട്ടാകണം എന്ന് തോന്നിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ വളരെ സന്തുഷ്ടയാണ് എഴുത്തിലും മറ്റു കാര്യങ്ങളും, അങ്ങനെയാണ്?
സന്തുഷ്ടി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ പൂർണ്ണത എന്നൊന്നും പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ആർജിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ സാർ. അത് ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഒരു യാത്രയാണ്. അപ്പൊ അതിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എഴുത്ത് ഉണ്ട്, പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ഫുൾ ടൈം റൈറ്റർ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ആണുങ്ങൾക്ക് മാത്രമേ ആ ഒരു പ്രിവിലേജ് ഉള്ളൂ, ഫുൾ ടൈം റൈറ്റർ എന്ന് പറയുന്നത്. നമുക്ക് കഥ അടച്ചിരുന്ന് എഴുതാൻ പറ്റില്ല, ഒരു റൂം വാടകയ്ക്ക് എടുത്തിരുന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. ഒരു സ്ത്രീയുടെ എഴുത്തിന് തീർച്ചയായിട്ടും ലിമിറ്റേഷൻസ് ഉണ്ട്. പല കാര്യങ്ങളും നോക്കിയിട്ട് മാത്രമേ അവൾക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു, എഴുതുന്നു, കരിയർ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ മോചനത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല. അതിനി വർഷങ്ങളെടുക്കും. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര സന്തോഷവും സന്തുഷ്ടിയും നിങ്ങളുടെ അങ്ങനെ മുഖത്തുണ്ടല്ലോ. വേണ്ടേ, നമ്മളെ അങ്ങനെ വേണ്ടേ പ്രസന്റ് ചെയ്യാൻ. കഥാകൃത്തും അഭിനേത്രിയും അധ്യാപികയും ഒക്കെയായ ഡോക്ടർ രേഷ്മ KR ജീവിതത്തിലെ പല കാര്യങ്ങളും പഠിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അനുഭവത്തിലേക്ക് അവർ അതിലേക്ക് വരികയാണ്. അതാണ് ഇനിയുള്ള അവരുടെ ഒരു കാലഘട്ടം. നമുക്കത് കാത്തിരുന്ന് നോക്കിക്കാണാം.